അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം സൂറ തക്കാസുറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? സൂറത്തു തക്കാസുറിലെ 5 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ബാക്കി സൂക്തങ്ങൾ ശ്രദ്ധിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. കഴിഞ്ഞ സൂക്തങ്ങളിൽ അല്ലാഹു തആല ആദ്യം മനുഷ്യൻ്റെ ഭൗതിക ആഗ്രഹങ്ങളുടെ പിന്നാലെയുള്ള മത്സരപ്പാച്ചിലിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ പെരുമ നടിക്കുന്ന മനുഷ്യൻ മരണം വരെ, ഖബറിടങ്ങളിൽ എത്തുന്നതുവരെ ഇതേ സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പെട്ടെന്നൊരു ട്വിസ്റ്റായിരുന്നു അല്ലേ? അള്ളാഹു നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് നിങ്ങൾ അറിയും, വേണ്ട, പിന്നെ നിങ്ങൾ അറിഞ്ഞോളും. തീർച്ചയായും നിങ്ങൾക്ക് യഥാർത്ഥ ജ്ഞാനം, ദൃഢമായ അറിവ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും ആകുമായിരുന്നില്ല എന്നാണ് ഒടുവിൽ പറഞ്ഞത്. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ദൃഢമായ ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ പരലോക ബോധമുണ്ടായിരുന്നെങ്കിൽ എന്നാണ്. മരിക്കും, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉത്തരവാദിത്വ ബോധമില്ലാത്തവരായിട്ട് ജീവിക്കുമായിരുന്നില്ല. തോന്നും പോലെ ജീവിക്കുകയാണെന്ന് മനുഷ്യർ. ഡ്രഗ് അഡിക്റ്റ് ആകുന്നു, ഡ്രഗിൻ്റെ കരിയറായിട്ട് മാറുന്നു അല്ലേ? പാതിരാവരെ റോഡ് സൈഡിൽ, തെരുവിൽ, ബസ് സ്റ്റോപ്പിൽ ഒക്കെ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്നു. ഇങ്ങനെ വേറെ എന്തൊക്കെയോ അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരെ കാണാം. എന്താ ഇവർക്ക് പറ്റിയത്? അവർക്ക് യഥാർത്ഥ ജ്ഞാനമില്ല. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ കേവലം അറിവല്ല, അത് ബുദ്ധിയുടെ, ചിന്തയുടെ, യുക്തിയുടെ, ശാസ്ത്രീയതയുടെ എല്ലാം പിൻബലമുള്ള അറിവിനാണ് അങ്ങനെ പറയാം അല്ലേ? നമ്മളൊരു കാര്യം ആദ്യം വായിക്കും, പഠിക്കും, പിന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണും, പിന്നെ അത് കണ്ടറിയും, അനുഭവിച്ചറിയും, അങ്ങനെയൊക്കെ അല്ലേ? ഒരു മതിലിൻ്റെ അപ്പുറത്ത് പുക ഉയരുന്നത് കണ്ടാൽ എന്താ നമ്മൾ കരുതാം? അവിടെ ആരോ തീ പൂട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കില്ലേ? എന്ന പോലെ തന്നെയാണ്. ആലോചിച്ച് നോക്ക്, ഈ ലോകം വെറുതെ ഉണ്ടായതാണോ? കുറേ മനുഷ്യർ, പലതരം ജീവികൾ, കുറേ മനുഷ്യർ നന്മ ചെയ്യുന്നു, വേറെ കുറേ ആൾക്കാർ തെറ്റ് ചെയ്യുന്നു, അവസാനം എല്ലാവരും മരിച്ചു മണ്ണോട് ചേരുന്നു. ഇത് ബുദ്ധിക്ക് നിരക്കുന്നതാണോ? ലോജിക്കലാണോ? അല്ലല്ലോ. തീർച്ചയായും അവർക്ക് രക്ഷയും ശിക്ഷയും ലഭിക്കേണ്ടതുണ്ട്. ഈ ലോകത്ത് തന്നെ അതിന് സംവിധാനമില്ലേ? പോലീസുണ്ട്, കോടതിയുണ്ട്, ജയിലുണ്ട്, അതുപോലെ തന്നെ വലിയ വലിയ പുരസ്കാരങ്ങൾ ഈ രാജ്യം തന്നെ ഭാരതരത്നയൊക്കെ നൽകുന്നില്ലേ? എങ്കിൽ ഏറ്റവും വിശിഷ്ടമായ സമ്മാനങ്ങൾ ലഭിക്കേണ്ട ഇടം, അതേപോലെ തന്നെ കുറ്റവാളി നീതിപൂർവം ശിക്ഷിക്കപ്പെടേണ്ട ഇടം ഉണ്ടാവേണ്ടതില്ലേ? അതിനെക്കുറിച്ചുള്ള അറിവാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ലോകം മതിയാവില്ല. മറ്റൊരു ലോകത്ത് മാത്രമാണ് യഥാർത്ഥ രക്ഷാശിക്ഷകൾ, നീതി പുലരുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ്, അതിലേക്ക് എത്തിച്ചേരലാണ് ഇൽമുൽ യഖീൻ. അതിന് ഈ ലോകം മുഴുവനും നമുക്കൊരു പാഠപുസ്തകമാണ് ശരിക്കും. ഈ ലോകത്തെ സംവിധാനങ്ങൾ, ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഈ ലോകത്തിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടല്ലോ അല്ലേ? സയൻസ് എന്താ പറയുക അതിന്? ബിഗ് ബാങ് തിയറി എന്ന് പറയും അല്ലേ? ഖുർആൻ്റെ ഭാഷയിൽ കുൻ ഫയക്കൂൻ, ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു കൽപ്പിച്ചു, അപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായി എന്നാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ള എല്ലാറ്റിനും എന്തുണ്ടാവും? ഒരു എൻഡിങ് പോയിന്റ് ഉണ്ടാവും അല്ലേ? അതാണ് ശാസ്ത്രം. അതേപോലെ ഈ ലോകം അവസാനിക്കും. അതൊക്കെ ഇൽമുൽ യഖീനാണ്. അത് ദൃഢമായ അറിവായിട്ട് മനസ്സിൽ രൂപപ്പെടണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ പരലോക ചിന്ത മനസ്സിലേക്ക് വരും. ലതറവുന്നൽ ജഹീം, 6-ാമത്തെ ആയത്ത്. ല, തീർച്ചയായും, തറ, നീ കാണും, തറൗ, നിങ്ങൾ കാണും,
വീണ്ടും ഒരു ഷദ്ദുള്ള നൂനുണ്ട്, ല തറവുന്ന, തീർച്ചയായും എന്ന് ഉറപ്പിക്കാനാണ്. തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അൽ ജഹീം, നരകത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ല തറവുന്ന പോലെ സ്റ്റാർട്ടിങ്ങിൽ ലാമും അവസാനത്തിൽ നൂനും വന്നിട്ടുള്ളൊരു വാക്ക് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? സൂറത്തുൽ ഹുമസയിലാണ്. ഏതായിരുന്നു? ലയുംബദന്ന, അല്ലേ? തീർച്ചയായും അവൻ എടുത്തെറിയപ്പെടും എന്നായിരുന്നു അർത്ഥം. ഈ സൂറയിൽ ഇതേപോലുള്ള 3 വാക്കുകൾ വരുന്നുണ്ട്, സ്റ്റാർട്ടിങ്ങിൽ ലാമും അവസാനത്തിൽ ഷദ്ദുള്ള നൂനും വരുന്നത്, അല്ലേ? ഇനിയും 2 നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ല തറവുന്ന, തീർച്ചയായും നിങ്ങൾ കാണും, അൽ ജഹീം, നരകത്തെ കാണും. നരകത്തിന് വേറെ എന്തൊക്കെ വാക്കാണ് നമ്മൾ പഠിച്ചത്? നേരത്തെ നാറ് പഠിച്ചില്ലേ? സയസ്ല നാറൻ ദാത്ത ലഹബ്, സൂറ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതേപോലെ സൂറത്തുൽ ഹുമസയിൽ ഹുത്തമ എന്ന വാക്ക് പഠിച്ചു. നരകത്തിലൊരു പ്രത്യേക ഘട്ടമാണ് ഇടിച്ചുടക്കുന്നത്, അല്ലേ? ഒരുപാട് പേരുകളുണ്ട് നരകത്തിന്. അപ്പോൾ ഇവിടെ അൽ ജഹീം എന്നാണ്, കത്തിയാളുന്നത്, ജ്വലിക്കുന്നത്, വളരെ തീഷ്ണമായ ചൂട് അനുഭവിപ്പിക്കുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, അൽ ജഹീം. അപ്പോൾ അതൊക്കെ പ്രത്യേകം ലിസ്റ്റ് ചെയ്യണം കേട്ടോ. നരകത്തിൻ്റെ പേരിൽ 3ാമത്തെ വാക്കാണ് നമ്മളിപ്പോൾ പഠിച്ചത്, ല തറവുന്നൽ ജഹീം, നിശ്ചയം അവർ, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും എന്നാണ്. ല തറവുന്നൽ ജഹീം. എങ്ങനെ കാണും? ഈ ലോകത്ത് വെച്ച് കാണാൻ പറ്റുമോ? ഇല്ല, പരലോകത്തെ കാണുള്ളൂ. പക്ഷേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും, അവർക്ക് നരകമുണ്ട് എന്നത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും, അല്ലേ? പഠനത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ല തറവുന്നൽ ജഹീം എന്ന് പറഞ്ഞതാണ്. പിന്നെയും പറയുന്നു, ثُمَّ لَتَرَوُنَّهَا عَيْنَ الْيَقِينِ. ثُمَّ, പിന്നീട്, ലതറവുന്ന, തീർച്ചയായും നിങ്ങൾ കാണും, ഹാ, അതിനെ, ഏതിനെ? ആ നരകത്തെ കാണും. ഐനൽ യഖീൻ, ഐൻ കണ്ണ്, അൽ യഖീൻ ദൃഢമായ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും, നഗ്നനേത്രം കൊണ്ട് കാണും എന്നാണ് ഉദ്ദേശം. ഐൻ കണ്ണ്, അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്, അരുവി എന്നാണ്. കണ്ണ് ചിലപ്പോൾ അരുവിയാവില്ലേ? എപ്പോഴാണ്? നമ്മൾ കരയുമ്പോൾ കണ്ണീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, അല്ലേ? എന്ന പോലെ. അപ്പോൾ ഇവിടെ സുമ്മല തറവുന്നഹ ഐനൽ യഖീൻ, പിന്നീട് നിങ്ങൾ ദൃഢമായ കണ്ണുകൊണ്ട്, നേരിട്ട് നേക്കഡ് ഐസ് കൊണ്ട് നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും എന്ന് പറയണം. ഇവിടെ അല്ലാഹു തആല 2 യഖീൻ പറയുന്നുണ്ട് ഈ സൂറയിൽ, അല്ലേ? ഒന്ന് ഇൽമുൽ യഖീനാണ്, ദൃഢമായ അറിവാണ്. രണ്ടാമത്തേത് ഐനുൽ യഖീനാണ്, ദൃഢമായ കാഴ്ചയാണ്. ഖുർആനിൽ പരലോകവുമായി ബന്ധപ്പെട്ട് തന്നെ 3ാമതൊരു യഖീനുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറയാം. ഏത് സൂറയിലാണ്, അതിൻ്റെ ആയത്ത് നമ്പർ എത്രയാണെന്നൊക്കെ നിങ്ങൾ കണ്ടെത്തണം. ഹഖുൽ യഖീൻ, ദൃഢമായ ബോധ്യം എന്നാണ് അതിൻ്റെ അർത്ഥം. ദൃഢമായ സത്യം, അല്ലെങ്കിൽ ദൃഢമായ യാഥാർത്ഥ്യം എന്നാണ്. ശരിക്കും ഈ 3 വാക്കുകൾ 3 സ്റ്റെപ്പാണ്. പരലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ? എന്തൊക്കെയോ വരാൻ പോകുന്നു എന്നിങ്ങനെ ഒരുതരം പുകമറയ്ക്കകത്തുള്ള അവ്യക്തമായ എന്തൊക്കെയോ ചിത്രങ്ങളാണോ? അങ്ങനെയാകാൻ പാടില്ല. ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ശരിക്കും റിയലായിട്ട് തന്നെ പരലോകത്തെ കാണാൻ പറ്റണം. അതിലേക്കുള്ള 3 സ്റ്റെപ്പുകളാണിത്. ഒന്നാമത്തേത് ഇൽമുൽ യഖീൻ, നല്ല അറിവുണ്ടാവണം. രണ്ടാമത്തേത് ഐനുൽ യഖീൻ, ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് വേറൊരു കണ്ണില്ലേ? ഏത് കണ്ണാണ്? അകക്കണ്ണ് എന്ന് പറയും, അല്ലേ? 3rd ഐ ആണ്. ആ കണ്ണുകൊണ്ട് കാണാം, മനക്കണ്ണുകൊണ്ട് കാണാം. ഖുർആനും സുന്നത്തും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കത്തിയാളുന്ന നരകത്തെ ഈ ലോകത്ത് വെച്ച് കണ്ടൂടെ? കാണാം. അത് പരലോകത്ത് തീർച്ചയായും നമ്മൾ കാണാൻ പോകുന്നതാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പാണ് ഹഖുൽ യഖീൻ, അതിനെ അനുഭവിക്കുക എന്നുള്ളതാണ്. ഓർത്തു നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൽ ഇങ്ങനെ ചാല് കീറിയിരുന്നു, കവിളത്ത്, കണ്ണിലൂടെ കണ്ണീരൊഴുകിയിട്ടെന്നാണ്, പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച് കഴിച്ചു കൂട്ടിയിട്ട്. ഇങ്ങനെ ഈ 3 സ്റ്റെപ്പിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തെക്കാളും റിയൽ ആയിട്ടുള്ളതാണ് പരലോകം എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിനാൽ ഈ 3 സ്റ്റെപ്പും ഓർത്തു വെക്കണം. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ, അല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, അങ്ങനെ
നമ്മൾ പരലോകത്ത് കൺമുമ്പിൽ നേരിട്ട് എല്ലാം കാണുന്ന അവസ്ഥയിലെത്തും. ഒടുവിൽ അല്ലാഹു പറയാണ്, ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ. ثُمَّ പിന്നീട്, ലതുസ്അലുന്ന സഅല ചോദിച്ചു, യസ്അലു ചോദിക്കും. ഇവിടെ തുസ്അലു എന്നാണ് ഉള്ളത്, ചോദിക്കപ്പെടും എന്നാണ്. ലതുസ്അലുന്ന തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടും. നേരത്തെ പറഞ്ഞില്ലേ, സ്റ്റാർട്ടിങ്ങിൽ ലാമും അവസാനം നൂനുമുള്ള മൂന്നാമത്തെ വാക്കാണിത് അല്ലേ. സുമ്മ ലതുസ്അലുന്ന തീർച്ചയായും നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമ ഇദിൻ, യൗം ദിനം, യൗമ ഇദിൻ എന്ന് പറയുമ്പോൾ അന്നേ ദിവസം എന്നാണ്, ആ ദിവസം. അൻ സംബന്ധിച്ച്, അൻ നഈം അനുഗ്രഹം. സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം, ആ ദിവസം അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എന്താ ഇവിടെ ഉദ്ദേശം? നഈം അനുഗ്രഹം എന്നാണ് അർത്ഥം. ആ വാക്ക് നമ്മൾ വേറൊരു ശൈലിയിൽ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലേ. എവിടെയാ? അനുഗ്രഹിച്ചു എന്ന വെർബ് പഠിച്ച് ഓർക്കുന്നുണ്ടോ? സൂറത്തുൽ ഫാത്തിഹയിലാണ്. സിറാത്ത് അല്ലദീന അൻഅംത അല്ലേ, അൻഅംത നീ അനുഗ്രഹിച്ചു. ഇവിടെ നഈം അനുഗ്രഹം എന്നാണ് വന്നിരിക്കുന്നത്. രണ്ട് ശൈലിയിൽ ഇതിനർത്ഥം പറയും. നഈം അനുഗ്രഹീതൻ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ആള് എന്നും, അൻ നഈം അനുഗ്രഹം, ഈ ലോകത്തെ അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട് സംവിധാനിച്ച സകല അനുഗ്രഹങ്ങളും എന്ന അർത്ഥത്തിലും. അപ്പോൾ ശരിക്കും അനുഗ്രഹങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. പിന്നെയോ, നാളെ അള്ളാഹു തആല ഈ അനുഗ്രഹം നീ എങ്ങനെ നേടി, എങ്ങനെ ചെലവഴിച്ചു, അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി എന്നൊക്കെ നാളെ അള്ളാഹു നമ്മോട് ചോദിക്കും എന്നാണ്. ഇപ്പം നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹങ്ങൾ, ഉമ്മയും വാപ്പയും വലിയൊരു അനുഗ്രഹമല്ലേ, നമ്മുടെ പാരൻസ്. അപ്പോൾ അള്ളാഹു എന്താ ചോദിക്കാം? ആ ഉമ്മയും വാപ്പയും പറയുന്നത് അനുസരിച്ചോ, അവർക്ക് വേണ്ടിയിട്ട് നീ സേവനങ്ങൾ ചെയ്തോ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കും അല്ലേ. ഇങ്ങനെ ഓരോന്നും മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ചോദിക്കപ്പെടും. നിനക്ക് ഞാനൊരു കുട്ടിയെ തന്നിട്ട് എങ്ങനെ വളർത്തിയത്, അവന് എൻ്റെ കൽപ്പനകൾ പഠിപ്പിച്ചു കൊടുത്തോ, ഖുർആൻ പഠിച്ചോ, അവൻ ഇസ്ലാമിന് വേണ്ടി ജീവിച്ചോ എന്ന് മാതാപിതാക്കളോട് ചോദിക്കും. ഇപ്പം നമുക്ക് അള്ളാഹു നൽകിയ ആയുസ്, ഈ ടൈം, നമ്മുടെ ഫ്രണ്ട്സ്, നമുക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അള്ളാഹു ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും, എനിക്കതിന് മാത്രം ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല, എൻ്റെ ഫ്രണ്ട്സിന് എന്തൊക്കെയാണ് ഉള്ളത് അല്ലേ. അവരുടെ കയ്യിൽ മൊബൈലുണ്ട്, ടാബുണ്ട്, പിന്നെ ബൈക്കുണ്ട്, ഇങ്ങനെ പലതും നമുക്ക് തോന്നുന്നുണ്ടാവും. എനിക്കൊന്നും കിട്ടിയില്ല, ഞാൻ പാവമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, റസൂൽ എനിക്കതിന് മാത്രം ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ റസൂൽ എന്താ തിരിച്ച് ചോദിച്ചെന്നറിയാം? നീ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ, ദാഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കിട്ടിയാൽ നീ കുടിക്കോ? ആ കുടിക്കും. അതാണ് നിനക്കുള്ള അനുഗ്രഹം. നീ വെയിലത്തൂടെ നടക്കുമ്പോൾ ഒരു തണൽ കണ്ടാൽ അവിടെ കയറി നിൽക്കൂലേ? നിൽക്കും. എങ്കിൽ അതൊരു അനുഗ്രഹമാണ്. നമ്മൾ അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ്, പക്ഷേ തിരിച്ചറിയുന്നില്ല. സാധാരണ മത്സ്യത്തെക്കുറിച്ച് പറയില്ലേ, കടലിൽ വെള്ളത്തിൻ്റെ നടുവിലുള്ള മത്സ്യം വെള്ളം അന്വേഷിക്കുന്ന പോലെയാണ്. അത് വെള്ളത്തിലുള്ളത്, പക്ഷെ എവിടെ വെള്ളം അന്വേഷിക്കാൻ എന്ന പോലെ അനുഗ്രഹങ്ങളുടെ നടുവിൽ കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ മറന്നു പോവാണ്. വായു, വെള്ളം, വെളിച്ചം എല്ലാം അനുഗ്രഹമല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ വിശന്ന് പട്ടിണി കിടക്കുന്നതിനിടയിൽ വല്ലപ്പോഴും ഭക്ഷണം കിട്ടിയാൽ അപ്പോൾ പറയും, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, ഈ അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്ന കാലമാണ്. എല്ലാ ദിവസവും ബിരിയാണിയൊക്കെ കഴിക്കാനല്ലേ. എങ്കിൽ നമ്മളെപ്പോഴും ഈ കാര്യം ഓർത്തുകൊണ്ടിരിക്കണ്ടേ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോട് നന്ദിയുള്ളവരാകണം. അപ്പോൾ ഈ സൂറ മൊത്തത്തിൽ ഭൗതിക ആഗ്രഹങ്ങളിൽ നിന്ന് മനുഷ്യനെ പരലോക ലക്ഷ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ് അല്ലേ. വളരെ ആഴമേറിയ ആശയമുള്ള സൂറയാണ്. ഈ സൂറ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് പരലോക ബോധത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹുവേ, അതിന് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.